പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അവലോകനം. ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ തുറവൂർ വരെ 6 വരി എലിവേറ്റഡ് ഹൈവേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതായി 2021 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തുകയുണ്ടായി. 2022 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇരുന്ന ഈ ഒരു പദ്ധതിക്ക് 2023 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അരൂർ മുതൽ തുറവൂർ വരെ ഏകദേശം 13 കിലോമീറ്റർ നീളത്തിൽ 26 മീറ്റർ വീതിയിലാണ് ഈ 6 വരി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അശോക ബിൽഡ്കോൺ കമ്പനി 1668 കോടി രൂപയ്ക്കാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. നിലവിലുള്ള 4 വരി പാതയുടെ മധ്യഭാഗത്ത് വലിയ തൂണുകൾ സ്ഥാപിച്ച് ആണ് ഹൈവേ നിർമ്മിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഒറ്റ തൂണുകളുള്ള ആകാശപാതകളിൽ ഒന്നായിരിക്കും നിർമ്മാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേ 2027 തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. വികസനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിലാകുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഏതൊരു വികസനവും ഇതുപോലെ നിർമ്മാണവും വരുമ്പോൾ പ്രത്യേകിച്ച് യാത്രാ സൗകര്യത്തെ ബാധിക്കുന്നതാകുമ്പോൾ ബദൽ സംവിധാനം രൂപപ്പെടുത്തിയതിന് ശേഷമാവണം ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ട്. ഈ ഒരു നിർമ്മാണം തുടങ്ങി 1 വർഷം ആകുമ്പോൾ തന്നെ ഏകദേശം 12ഓളം ആളുകൾ ഈ ഒരു ഏരിയയിൽ മാത്രം ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി. മഴ കൂടി പെയ്തപ്പോൾ യാത്ര വളരെയധികം ദുർഘടമായി. എല്ലാവർക്കും കാണാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ. ഇത് അരൂർ മുതൽ എരമല്ലൂർ വരെ മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ തന്നെ എന്താണ് അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. ഒട്ടേറെ സ്കൂളുകൾ ഈ ഭാഗത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലമായി ജില്ലാ കളക്ടർ ഇടപെട്ടു. 3 ദിവസം കൊണ്ട് ഒരു സൈഡും അടുത്ത 3 ദിവസം കൊണ്ട് മറു സൈഡും യാത്രായോഗ്യമായ രീതിയിൽ ഇതിന്റെ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടറും പറയുകയുണ്ടായി. അതിനുശേഷം ഹൈവേയുടെ കിഴക്കേ സൈഡ് പ്രവർത്തനം പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥാവിശേഷമല്ല ഇത്. എത്രയോ ആൾക്കാർ ദുരിതത്തിലാണ്. എല്ലാ ദിവസവും ഇവിടെ കൂടി യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും. അധികം ദുരിതം സഹിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തുകൂടി ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? കാര്യം വെച്ചാൽ പ്രവർത്തനം കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആക്കി എന്ന് പറഞ്ഞ ആ ഒരു ഹൈവേയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടികൾക്ക് പോലും ഒരു ഇമ്പോർട്ടന്റും കൊടുക്കാത്ത വിധത്തിൽ ഒട്ടേറെ കുട്ടികൾ, പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ആ ഒരു ഏരിയയാണിത്. ഇത്രയും മോശം അവസ്ഥയിൽ ഇപ്പോഴും കിടക്കുന്നത് ഇത് ആരുടെ പിടിപ്പുകേടാണ്? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? എന്തിനാണ് ഈ ജനങ്ങളോട് ഇത്രയും അനീതി കാണിക്കുന്നത്? ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാര മാർഗമുണ്ടാക്കി യാത്രായോഗ്യമായ രീതിയിൽ ഈ ഒരു ഹൈവേ ആക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാര്യം ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. ഇനിയും ഒരു അപകടം കാണുവാനായിട്ട് ആർക്കും ഇടവരാതിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.